വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോ സിറ്റിയിൽ വന്നിറങ്ങിയിട്ട് ഇന്നെൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു ഞാൻ ഇന്ന് പോകുന്നത് അമേരിക്കയെ തോൽപ്പിച്ച വിയറ്റ്നാമിൻ്റെ വിപ്ലവ നേതാവ് ഹോച്ചിമിൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മാരക മന്ദിരത്തിലാണ്. കർശനമായ സെക്യൂരിറ്റി പരിശോധനകൾ കഴിഞ്ഞു വേണം ഇവിടേക്ക് പ്രവേശിക്കുവാൻ. ക്യാമറ ഇവിടേക്ക് അനുവദനീയമല്ല, എന്നാൽ മൊബൈൽ ഫോൺ നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. സെക്യൂരിറ്റി പരിശോധനകൾ കടന്ന് ഞാൻ മുൻപോട്ട് നീങ്ങി. വളരെ നീളത്തിലുള്ള ഒരു നടപ്പാതയിലൂടെ വേണം മുൻപോട്ട് പോകുവാൻ. 1969 സെപ്റ്റംബർ 2 ഹോച്ചിമിൻ അന്തരിച്ചത്. അമേരിക്ക ഇന്നേവരെ ഒരു യുദ്ധത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹം നയിച്ച വിയറ്റ്നാമിന് മുൻപിൽ മാത്രമാണ്. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ അവസാനത്തോടെ തൻ്റെ 79 വയസ്സിൽ ആണ് ഹോച്ചിമിൻ ഹൃദയാഘാതം മൂലം അന്തരിച്ചത്. ആ വിപ്ലവ നേതാവിനോടുള്ള ആദരസൂചകമെന്നോണം ഇന്നും അദ്ദേഹത്തിൻ്റെ ശവശരീരം ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. സ്വദേശീയരും വിദേശീയരുമായ ധാരാളം സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹോച്ചിമിൻ സ്മാരകത്തിന് മുൻപിലെത്തി ഞാൻ. ഇതിനകത്തേക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ഹോച്ചിമിൻ്റെ ശവശരീരം എംബാം ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. റഷ്യയിലെ തന്നെ ലെനിൻ്റെ ശവശരീരം സൂക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ഇത് സംരക്ഷിച്ചു പോരുന്നത്. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം ഹോച്ചിമിൻ സ്മാരകത്തിൻ്റെ അകത്തെ സന്ദർശനം കഴിഞ്ഞു ഞാൻ അവിടെ നിന്നും പുറത്തിറങ്ങി. ഈ കാണുന്നതാണ് വിയറ്റ്നാമിൻ്റെ അസംബ്ലി ബിൽഡിംഗ്. അതിനു മുകളിലായി വിയറ്റ്നാമിൻ്റെ പതാക പാറിപ്പറക്കുന്നു. സ്മാരകത്തിന് മുൻപിനായി ധാരാളം വിയറ്റ്നാമീസ് പട്ടാളക്കാർ സന്ദർശകരുമായി ഫോട്ടോ എടുക്കുന്നതിനായി പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിരവധി സഞ്ചാരികൾ ഇന്നിവിടെ ഗ്രൂപ്പുകളായി എത്തിയിട്ടുണ്ട്. വിയറ്റ്നാമിൻ്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ധാരാളം സഞ്ചാരികളും ആ കൂട്ടത്തിലുണ്ട്. അവിടെ നിന്നും മുൻപോട്ട് നടന്ന് ഹോച്ചിമിൻ പ്രസിഡൻഷ്യൽ പാലസ് കോമ്പൗണ്ടിലേക്ക് എത്തി. 40,000 വിയറ്റ്നാം ഡോങ്, അതായത് ഏകദേശം 130 ഇന്ത്യൻ രൂപ കൊടുത്താൽ ഇതിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് നമുക്ക് ലഭിക്കും. മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഏരിയയാണിത്. ഒരു ഫ്രഞ്ച് വിയറ്റ്നാം കോമ്പിനേഷനിലുള്ള സ്ഥലം, ഫോട്ടോകൾ എടുക്കുവാൻ പറ്റിയ സ്ഥലം. ക്യാമറ എവിടെ വെച്ചാലും മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കും. ഇവിടെ ഹോച്ചിമിൻ ഉപയോഗിച്ചിരുന്ന വായനാ മുറികളും പുസ്തകങ്ങളും ഒക്കെ കാണാനാകും. അതിനടുത്തായി ഒരു ചെറിയ തടാകവുമുണ്ട്. മധ്യ വിയറ്റ്നാമിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പകാലം മുതൽക്കേ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്തിരുന്നതായാണ് ചരിത്രം പറയുന്നത്. രാവിലെ 7:30 മുതൽ 10:30 വരെ ഇവിടെ വന്നാൽ ഹോച്ചിമിൻ്റെ ശവശരീരം കാണുവാൻ നമുക്ക് സാധിക്കും. ഈ തടാകത്തിന് ചുറ്റുമായി മനോഹരമായ ഉദ്യാനം തന്നെയാണ് ഉള്ളത്. ഈ കെട്ടിടത്തിനകത്തെല്ലാം ഹോച്ചിമിൻ ഉപയോഗിച്ച പലവിധ സാധനങ്ങളും സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു. പട്ടാളക്കാർ സദാസമയം ഇതിന് കാവലായി നിൽപ്പുണ്ട്. ഹനോയിൽ പൊതുവെ ചൂട് കാലാവസ്ഥയാണ് ഉള്ളതെങ്കിലും ഇതിനകത്ത് വളരെ ശാന്തവും സുഖകരവുമായ കാലാവസ്ഥയായി എനിക്ക് തോന്നി. അതായത് ഏകദേശം യൂറോപ്പിലെ സ്ഥലങ്ങളിലെ ഫ്രെയിമുകൾ പോലെ നമുക്കിത് കാണാനാകും. അവിടെ നിന്ന് മുൻപോട്ട് പോയാൽ സുവനീറുകളും മറ്റും വിൽക്കുന്ന ഒരു സ്ഥലത്തെത്തും. അതിനടുത്തായി ലൈവായി കാലിഗ്രാഫി വരയ്ക്കുന്ന ഒരിടം കാണാനാകും. അതിലൊരു കലാകാരൻ മനോഹരമായി അത് വരയ്ക്കുന്നത് നമുക്ക് നേരിൽ കാണാനാകും. ഹോച്ചിമിൻ്റെ ചിത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ അവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഞാനും വാങ്ങി. തിരിച്ചു വീണ്ടും പുറത്തേക്കുള്ള വഴിയിലേക്ക് ഞാൻ നടന്നു. പോരുന്ന വഴിയിൽ ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ കാണാനാകും. കുറച്ച് നടന്ന് ഞാൻ എത്തിയത് 1 പില്ലർ പഗോഡയുടെ മുൻപിലേക്കാണ്. ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഒരിടമാണിവിടം. ഒരു ആമ്പൽക്കുളത്തിന് നടുവിലായി ഒറ്റ തൂണിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പഗോഡ. ഒരു ചൈനീസ് വാസ്തുശില്പ ശൈലിയിൽ ആണിതിൻ്റെ നിർമ്മിതി. 1000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഗോഡയുടെ തനിപ്പകർപ്പാണിത്. പല പ്രാവശ്യം ഈ പഗോഡ തകർത്തിട്ടുണ്ട്. അവസാനമായി ഫ്രഞ്ച് സൈന്യം ഇവിടെ നിന്നും പിന്മാറുന്ന വേളയിൽ 1954 ആണ് അവസാനമായി ഇത് തകർത്തത്. അവലോകിതേശ്വരൻ ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അവിടെ നിന്നും പുറത്തിറങ്ങി ഞാൻ മുൻപോട്ട് നടന്നു.
നേരെ മുൻപിൽ കാണുന്നതാണ് ഹോച്ചിമിൻ മ്യൂസിയം. അവിടെ അകത്ത് കയറുവാൻ എൻ്റെ സമയക്രമം എന്നെ അനുവദിച്ചില്ല. അതിനടുത്തൂടെയായി ഞാൻ പുറത്തേക്ക് നടന്നു. എൻ്റെ ക്യാമറയും മറ്റും വാങ്ങി ഞാൻ തിരികെ മറ്റൊരു റൂമിലെത്തി. കഴിഞ്ഞ ദിവസം എയർബിഎൻബി വഴി താമസിച്ച മുറി അനുയോജ്യമല്ലാത്തതിനാൽ ഞാൻ അവിടെ നിന്നും ചെക്കൗട്ട് ചെയ്തു ഹനോയ് ട്രെയിൻ സ്ട്രീറ്റിനടുത്തായുള്ള മറ്റൊരു മുറിയിലെത്തി. സാമാന്യം ഭേദപ്പെട്ട മുറി തന്നെ ഇത്. എയർബിഎൻബി വഴി തന്നെയാണ് ഇതും ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2250 ഇന്ത്യൻ റുപ്പയാണ് ഇവിടുത്തെ ദിവസ വാടക. തുണികളും മറ്റും കഴുകുവാനും ഉണക്കുവാനുമുള്ള ഡ്രയറും വാഷിംഗ് മെഷീനും ഉള്ള സൗകര്യം ഉള്ളതിൽ കൂടിയാണ് ഞാൻ ഈ മുറി ഇവിടെ സെലക്ട് ചെയ്തത്. സമയം ഏകദേശം ഉച്ചയോടടുത്തിരുന്നു. നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നും തെരുവിലേക്ക് ഇറങ്ങി. മനോഹരമായ സ്ഥലം. ഒരു ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു. ഏറ്റവും അടുത്ത് തന്നെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി ഞാൻ മുൻപോട്ട് നീങ്ങി. തെരുവുകൾ നിറയെ ബൈക്കുകളാണ്. നമ്മുടെ നാട്ടിലെ, അതായത് ഇന്ത്യയിലെയും കേരളത്തിലെയും പോലെ തന്നെ ബൈക്കുകൾ ധാരാളം ഇവിടെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഞാൻ ചെറിയൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെത്തി. അത്ര മികച്ചതും മോശമൊന്നും പറയാനാകില്ല. തരക്കേടില്ല. ഒരു ബിരിയാണി തന്നെ ഞാൻ വാങ്ങി. പിന്നെ അവിടെ നിന്ന് ഞാൻ വീണ്ടും പുറത്തിറങ്ങി ഒരു ഗ്രാബ് ബൈക്ക് ടാക്സി തന്നെ ബുക്ക് ചെയ്തു. മറ്റൊരു സ്ഥലം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഇവിടെ പുറകിലെ യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാണ്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് ഞാൻ എത്തിയത് സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രലിൻ്റെ മുൻപിലാണ്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മനോഹരമായ നിയോ ഗോത്തിക് സ്റ്റൈൽ മാതൃകയിലുള്ള ഒരു നിർമ്മിതിയാണിത്. ഞാൻ ചെന്ന സമയം പള്ളിയിലെ കുർബാന സമയം അല്ലായിരുന്നതിനാൽ അകത്ത് കയറുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും പുറത്തുനിന്ന് തന്നെയുള്ള ഈ കാഴ്ച വളരെ മനോഹരം തന്നെയായിരുന്നു. കാഴ്ചയിൽ തന്നെ വളരെ പഴക്കം തോന്നിക്കുന്ന എന്നാൽ ഒരു ആഠിത്യമുള്ള ഒരു നിർമ്മിതിയായിരുന്നു ഈ കത്തീഡ്രൽ. ധാരാളം വിനോദസഞ്ചാരികൾ ഇതിനു മുൻപിലായി ചിത്രങ്ങൾക്ക് പോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറേ നേരം അവിടെ നിന്നും കാഴ്ചകൾ പകർത്തിയതിനു ശേഷം ഞാൻ മറ്റൊരു സ്ഥലം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അങ്ങനെ മുൻപിലെത്തിയപ്പോൾ ഒരു സൈക്കിൾ റിക്ഷക്കാരൻ. ഹനോയിലെ തന്നെ വളരെ പ്രശസ്തമായൊരു സൈക്കിൾ റിക്ഷ രീതിയാണിത്. അതായത് ഇവിടെ നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ പോലെ പുറകിലല്ല നമ്മൾ ഇരിക്കുന്നത്, സൈക്കിൾ റിക്ഷയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനെ സൈക്കിൾ റിക്ഷക്കാരനുമായി കുറച്ച് ഡീലിൽ സംസാരിച്ചു. അതായത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇവർ കഴുത്തറപ്പിൽ പൈസ വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തരക്കേടില്ലാത്ത ഒരു സംഖ്യ പറഞ്ഞ് നമ്മൾ മുൻപോട്ട് നീങ്ങണം. കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഞാൻ എത്തിയത് ഹനോയിലെ തന്നെ വളരെ പ്രശസ്തമായ ഇൻസ്റ്റാഗ്രാമിലും മറ്റും കാണുന്ന ട്രെയിൻ സ്ട്രീറ്റിൻ്റെ മുൻപിലേക്കാണ്. നമുക്ക് ഈ കാഴ്ച അത്ര വ്യത്യസ്തമായി തോന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ മുംബൈയിലും മറ്റും തെരുവുകൾക്കിടയിലൂടെ തന്നെയാണ് അവിടുത്തെ ലോക്കൽ ട്രെയിനുകളും മറ്റും പോകുന്നത്. പക്ഷേ വ്യത്യസ്തമായി മറ്റൊന്നുണ്ട്. ഈ തെരുവുകൾ കാണാൻ ഒരു ഭംഗിയുണ്ട്. കാരണം അവർ ഇതിന് ചുറ്റുമുള്ള, അതായത് ഇതിന് സൈഡിലായിട്ടുള്ള ഈ കടകളും മറ്റും വളരെ മനോഹരമായി തന്നെയാണ് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഇവിടെ വരികയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. ധാരാളം ലൈറ്റുകളും മറ്റും കളർഫുൾ ലൈറ്റുകൾ ഇട്ട് ഇതവർ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല അതിന് സൈഡിലായി ധാരാളം കച്ചവട സ്ഥാപനങ്ങളും മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ആലോചിച്ചു പോകുന്നത് നമ്മുടെ നാട്ടിലും എന്തുകൊണ്ട് ഇതേപോലുള്ള രീതിയിൽ ഇതേ മാതൃകകൾ പിന്തുടർന്നുകൂടാ എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും ആ വ്യത്യസ്തമായ ട്രെയിൻ വരുന്ന കാഴ്ച കാണുവാൻ തന്നെ ഞാനവിടെ കാത്തിരുന്നു.